Hi friends, I am Deepa. ഇന്ന് നമുക്ക് കലാഞ്ചോ പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് അത് സേവ് ചെയ്യാന്നുള്ള കാര്യം പറയാം. കാരണം ഇങ്ങനെ ഇപ്പം നമ്മൾ പൂവൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ആ ഒരു സീസണിൽ, അതായത് പൂവിടുന്ന സീസണിൽ അത് കണ്ട് ചെടി വാങ്ങുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പൂവിട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ചെടി നമ്മളുടെ ചീത്തയായി പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം ഈ ഒരു ചെടി കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് വാങ്ങിയതാണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കണേ. അപ്പോൾ ഈ ഒരു ചെടി നമ്മളുടെ ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ സേവ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കലാഞ്ചോ പ്ലാന്റ് ശരിക്കും ഒരു പെരിനിയൽ പ്ലാന്റ് ആണ്. അത് വർഷം മുഴുവൻ നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഇത് യെല്ലോ കളറ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ നോക്കി വാങ്ങിയതാണ്. പക്ഷെ അത് മൊത്തം ആ പ്ലാന്റ് ഇപ്പം തന്നെ ചീത്തയായി പോയി. പക്ഷെ അത് ചീത്തയാവുമെന്ന് തോന്നാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഒരു കട്ടിങ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. അതാ കണ്ടില്ലേ, ഇതാണ് ആ പ്ലാന്റ്. യെല്ലോ പ്ലാന്റിൻ്റെ കട്ടിങ്ങാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ഓൾറെഡി എന്തായാലും റൂട്ട് വന്നിട്ടുണ്ടാവും അതിന്. പിന്നെ ഇതുപോലെ ലീഫ് വെച്ചിട്ടും ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ലീഫാണെങ്കിലും എടുത്ത് നിങ്ങളൊന്ന് മണ്ണിൽ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചെടി അതിൻ്റെ അകത്തുനിന്ന് ഗ്രോ ചെയ്ത് വരും. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് വിൻ്റർ തുടങ്ങി, അതായത് ഡിസംബർ ഒക്കെ തുടങ്ങി ഫ്ലവറിങ്ങിലുള്ളൊരു പ്ലാന്റാണ്. അതിലിപ്പോഴും ആ പൂവ് അങ്ങനെ ഓരോ ബ്രാഞ്ചിൽ പോകും തോറും അടുത്ത ബ്രാഞ്ചിൽ അങ്ങനെ ഉണ്ടായി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ചെടി കണ്ടില്ലേ, ഇതും ഡിസംബർ തുടങ്ങി പൂവ് ഉണ്ടായിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ താഴെയും തുടങ്ങി ഇങ്ങനെ പൂ വിരിഞ്ഞ് ഇപ്പോഴും അതിനകത്ത് പൂവുണ്ട്. അപ്പോൾ പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. മീൻസ് ആ പൂവൊന്നും അങ്ങനെ പിന്നെ വെക്കണം എന്നില്ല. അപ്പോൾ അടുത്ത വർഷത്തേക്കൊക്കെ ആകുമ്പോഴേക്കും സൈഡിൽ നിന്നൊക്കെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നന്നായിട്ട് അത് വളർന്നു നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് വെക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല എന്നുള്ള കാര്യം. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല കട്ടിങ്സ്, നല്ല ബ്രാഞ്ചസ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് കട്ടിങ്സ് എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് ഈ ചൂടിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചീത്തയാവുന്ന ഉറപ്പുള്ള പ്ലാന്റ്സ് മാത്രം ഈ സമയത്ത് നമുക്കത് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ബ്ലേഡൊക്കെയാണ് ഇങ്ങനെ കുറച്ച് കട്ടി കുറഞ്ഞ സ്റ്റെമ്മുള്ള ഇതിന് യൂസ് ചെയ്യാൻ, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറ്. സ്കേറ്ററൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗം കുറച്ചിങ്ങനെ ക്രഷായി പോകുന്നതുകൊണ്ട് ബ്ലേഡ് യൂസ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. അതുപോലെ ഇങ്ങനെ ബ്രാഞ്ച് മീൻസ് നമ്മളിങ്ങനെ കട്ടിങ് എടുക്കുമ്പോഴും ഒരു 2 or 3 ഒക്കെ ലീഫ് നോഡ് ഉള്ള ഭാഗം നോക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് പുതിയ ബ്രാഞ്ചസ് വരാനായിട്ട് എളുപ്പമുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സിന് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ബ്രാഞ്ച് ഇല്ല. ജസ്റ്റ് ആ താഴെ നിന്ന് പൊങ്ങി വന്നപ്പോഴേക്കും തന്നെ അതിൻ്റെ അകത്ത് ഓൾറെഡി പൂവിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ചെറിയ കട്ടിങ്സേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കട്ടിങ്സ് എടുക്കുക പറ്റുന്ന അത്രയും ലെങ്ത്തിൽ. പിന്നെ നമുക്കിങ്ങനെ പൂ വേണം എന്നുണ്ടെങ്കിൽ കളർ അറിയാൻ വേണ്ടിയിട്ട് പൂ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കളർ അറിയാൻ വേണ്ടിയിട്ട് ഒരു ലേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് മീൻസ് പിങ്ക് കളറാണെന്നുണ്ടെങ്കിൽ പിങ്ക് എന്ന് എഴുതിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അടുത്ത വർഷത്തേക്ക് ആണെങ്കിലും ഓക്കെ ഇത് പിങ്ക് പ്ലാന്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചില പ്ലാന്റ്സ് ഒക്കെ അറിയില്ല ഇത് ഏത് കളറാണ് നമുക്ക് മുളച്ച് കിട്ടിയിരിക്കണതെന്ന്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ലീഫും ഇപ്പോൾ യെല്ലോ കളറിൻ്റെയാണ് ലീഫ് അങ്ങനെ ഞാൻ നട്ടു വെച്ചിരിക്കണേ. ഇപ്പം ഇതുപോലെ ഒരു ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ലീഫ് നമുക്ക് കുഴിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 or 2 ദിവസം കുറച്ച് എന്താ പറയണേ വെയിലത്ത് വെച്ച് ഉണക്കാം. അപ്പോൾ അതിൻ്റെ ആ ടിപ്പ് ഇങ്ങനെ കുറച്ചിങ്ങനെ ഷ്രിങ്ക് ആയിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റ് വേണമെങ്കിലും അങ്ങനെ മണ്ണിൽ കുഴിച്ചിടാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഡയറക്റ്റ് കുഴിച്ചിടാനായിട്ട് ചില ആളുകളൊക്കെ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്താ പറയുക വെള്ളമൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചീഞ്ഞു പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട് ഇതിൻ്റെ തണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞതാ ഈ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന 2 ഇലയും കൂടി അങ്ങോട്ട് മാറ്റിയിട്ട് മണ്ണിലിങ്ങനെ കുഴിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ വെള്ളം നമ്മൾ എപ്പോഴും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒന്ന് നടുമ്പോൾ സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പോട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ പോട്ടിംഗ് മിക്സർ ഞാൻ എടുത്തിരിക്കുന്ന മണലും സാധാരണ ഗാർഡൻ സോയിലും പിന്നെ വെർമി കമ്പോസ്റ്റും പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഇത് ചേർത്തിട്ടുണ്ട്, എന്താ വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഇടുമ്പോൾ അതിനകത്ത് മണ്ണിനകത്ത് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് അത് നട്ടിരിക്കണേ. അതുപോലെ ഇതുപോലെയുള്ള പ്ലാന്റ്സ് നമ്മൾ ഈ വർഷം ഇപ്പോൾ ഈ സമയത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതിപ്പോൾ ഓൾറെഡി ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് എന്തായാലും ഈ വർഷം ഈ ഒരു സമ്മറിലൊക്കെ ഇത് ചീത്തയായി പോകുന്നു
അങ്ങനെ തോന്നണില്ല. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ്സ് നമുക്ക് അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നില്ല. നമുക്കിനി വേണ്ടാന്നുണ്ടെങ്കിൽ പൂവൊക്കെ ഇടുന്ന ആ ഒരു സമയമൊക്കെ ആകാറാകുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫ്ലവറിങ് ആക്കി എടുക്കാൻ പറ്റും അങ്ങനത്തെ ചെടി. ഞാൻ പറഞ്ഞില്ല, ഇതാ ഇപ്പോൾ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ പുതിയ പ്ലാന്റ് വാങ്ങിയത് അതുപോലെ അത് ചീത്തയാവുന്ന ഇങ്ങനെ നമ്മളിങ്ങനെ ചെടികളിങ്ങനെ വാങ്ങി നമുക്കൊരു എക്സ്പീരിയൻസ് ആകുമ്പോൾ അറിയും ഇങ്ങനെ ചെടി അത് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെയുള്ള ചെടികൾ മാത്രം നമ്മളൊന്ന് കട്ടിങ് എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ കട്ടിങ് നടുമ്പോൾ ഒരു കട്ടിങ് മാത്രമല്ലാതെ 3-4 ഒക്കെ കട്ടിങ് നട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് 1-2 പിടിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലുമൊക്കെ കട്ടിങ് പിടിച്ച് കിട്ടും. അപ്പോൾ എന്തായാലും എപ്പോഴും എന്ത് പ്ലാന്റിൻ്റെ ആണെങ്കിലും കട്ടിങ് നടുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരെണ്ണം മാത്രമല്ലാതെ 4-5 പീസ് ഒരുമിച്ച് നടാനായിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഈ ഒരു പോട്ടിംഗ് മിക്സർ കണ്ടില്ലേ, ഇതൊക്കെ ഇവർ ആ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ആ ഒരു സീസണിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഓൾമോസ്റ്റ് കോക്കോപീറ്റ് മാത്രമാണ്, ഭയങ്കര ലൈറ്റാണ് ഇതിൻ്റെ ആ ഒരു മീഡിയം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അത് ചീത്തയായി പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. എന്താ പറയുക, ഇങ്ങനെ ചീഞ്ഞു പോകാനായിട്ട്, പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ എന്തെങ്കിലും വരാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ആൻറ്റി ഫംഗൽ പൗഡറൊക്കെ നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു പീസ് കണ്ടില്ലേ, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഹൈബ്രിഡിൻ്റെ തന്നെ കട്ടിങ് വെച്ച് പിടിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആരോ താഴെ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹൈബ്രിഡ് വെറൈറ്റി റൂട്ടിങ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ തന്നെ ഞാനത് കട്ടിങ് വെച്ചതാണ്. ഇതാ യെല്ലോ കളർ പ്ലാന്റിൻ്റെ വെച്ചതാണ്. രണ്ടിനും റൂട്ടിങ് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ്സ് നമുക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ കട്ടിങ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അങ്ങനെ പ്ലാന്റ് സേവ് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ സാഫ് പോലെയുള്ള എന്തെങ്കിലും ആൻറ്റി ഫംഗൽ പൗഡറോ ട്രൈക്കോഡേർമയോ അതൊക്കെ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് 1-2 മാസം കൂടുമ്പോൾ കുറച്ചൊന്ന് ഒഴിച്ചൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.